ലൈംഗിക പീഡന പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ ഒളിവിൽ പോയ രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎയെ കണ്ടെത്താനാവാതെ പോലീസ്. മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതുവരെ ഒളിവിൽ തുടരാനുള്ള നീക്കമാണ് രാഹുൽ നടത്തുന്നത് എന്നാണ് വിവരം. ഇരയുടെ ചിത്രങ്ങളടക്കം വാട്സപ്പ്, ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലൂടെ പ്രചരിപ്പിക്കുന്നതിന് പിന്നിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ അന്വേഷണ സംഘത്തിന് കിട്ടി. പരാതിക്കാരിയുടെ ചിത്രങ്ങൾ പ്രചരിപ്പിക്കാൻ നിർദ്ദേശം നൽകിയ വാട്സപ്പ് ഗ്രൂപ്പുകളുടെ അഡ്മിന്മാരെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു. അതേസമയം അശാസ്ത്രീയ ഗർഭചിത്രം നടത്തിയതിനു ശേഷം യുവതി ചികിത്സ തേടിയ തലസ്ഥാനത്തെ പ്രമുഖ ഡോക്ടറുടെ മൊഴിയും അന്വേഷണ സംഘം ഉടൻ രേഖപ്പെടുത്തും. പാലക്കാട്ടെ രാഹുലിന്റെ ഫ്ളാറ്റിൽ പരിശോധന നടത്തി. ഡാൻ കുര്യൻ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. ഡാൻ, ഇന്നലെ ഇതിനിടയിൽ ഈ വിവാദങ്ങൾക്കും ബഹളങ്ങൾക്കും ഒക്കെ ഇടയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തിരുവനന്തപുരത്ത് വന്നു, അഭിഭാഷകനെ കണ്ടു, വക്കാലത്ത് ഒപ്പിട്ട് നൽകി, ആരെയും അറിയിച്ചില്ല. അങ്ങനെ രാഹുലിന് ഒരു സ്വൈര്യവിഹാരത്തിനുള്ള അവസരമുണ്ട് ഇത്ര വലിയ കേസിൽ പ്രതി ചേർത്തിട്ടും. പക്ഷെ അപ്പോഴും അന്വേഷണ സംഘത്തിൻ്റെ ഒരു മെല്ലെപ്പോക്കാണോ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്? അറസ്റ്റ് എന്നത് മുൻകൂർ ജാമ്യ ഹർജിയിലെ തീരുമാനം വന്നതിന് ശേഷം മതി എന്ന തീരുമാനത്തിലാണോ ഇപ്പോൾ? അത്തരമൊരു തീരുമാനത്തിലാണ് അന്വേഷണ സംഘമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. കാരണം യുവതി നൽകിയിരിക്കുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിൽ, അവർ കൈമാറിയിരിക്കുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അതുമായി ബന്ധപ്പെട്ട നിജസ്ഥിതി അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശോധനകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായാണ് പാലക്കാടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎയുടെ ഫ്ളാറ്റിലടക്കം ഇന്നും പുലർച്ചെ അന്വേഷണ സംഘം അതിൻ്റെ പ്രതിനിധികൾ പരിശോധനയുടെ ഭാഗമായി എത്തിയതെന്ന സൂചനയാണ് ലഭിക്കുന്നത്. അതോടൊപ്പം ഈ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും, അതായത് ഈ ഫ്ളാറ്റ്, അതോടൊപ്പം പാലക്കാടുള്ള ഫ്ളാറ്റ്, തിരുവനന്തപുരത്തുള്ള ഫ്ളാറ്റ്, ഈ സ്ഥലങ്ങളിലൊക്കെ അന്വേഷണ ഉദ്യോഗസ്ഥർ എത്തും. അതോടൊപ്പം ഈ പറയപ്പെട്ട പരാതി പറഞ്ഞിരിക്കുന്ന ദിവസങ്ങളിലെ ഇരുവരുടെയും ടവർ ലൊക്കേഷൻ ഈ കേസിൽ നിർണായകമാണ്. അതുകൊണ്ട് തന്നെ ആ ടവർ ലൊക്കേഷൻ കണ്ടെത്തുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ എവിടെയായിരുന്നു അവരന്ന് ഉണ്ടായിരുന്നതെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ആ പരിശോധന അടക്കം സൈബർ പോലീസിൻ്റെ സഹായത്തോടെ അന്വേഷണ സംഘം നടത്തുന്നുണ്ട്. അപ്പോൾ മാത്രമേ അതിലൊരു വ്യക്തത വരികയുള്ളൂ. അതോടൊപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ അഭിഭാഷകൻ മുഖേന പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ കൈമാറിയിരിക്കുന്ന ചില ഡിജിറ്റൽ രേഖകളുണ്ട്. ആ രേഖകൾ സംബന്ധിച്ച സൂചനകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ആ ദിശയിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഈ ഗർഭചിത്രം നടത്തിയതിനു ശേഷം യുവതി ചികിത്സ തേടിയ ഡോക്ടറുണ്ട്. കാരണം വലിയ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ തുടർന്ന് അവൻ്റെ രക്തസ്രാവം ഉണ്ടാകുകയും അങ്ങനെ വലിയൊരു മാനസിക ശാരീരിക ബുദ്ധിമുട്ടുകളിലേക്ക് കടക്കുകയും ചെയ്തതോടെയാണ് ഇവർ തിരുവനന്തപുരത്തെ ഒരു പ്രമുഖ ആശുപത്രിയിലെ ഡോക്ടറുടെ അടുത്ത് ചികിത്സ തേടിയത്. ഈ ഡോക്ടറുടെ മൊഴിയായിരിക്കും ഈ കേസിൽ ഇനി നിർണായകമായി മാറാൻ പോകുന്നത്. കാരണം ഈ പറയപ്പെട്ട തീയതികളിൽ അവരവിടെ കൺസൾട്ടേഷൻ നടത്തിയതിൻ്റെയും ആശുപത്രിയിൽ ചികിത്സ തേടിയതിൻ്റെയും അടക്കമുള്ള രേഖകൾ ഇതടക്കം ഈ കേസിൽ സുപ്രധാനമാണ്. അതോടൊപ്പം ഈ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്ന ജോബി എന്ന രാഹുലിൻ്റെ സുഹൃത്തിന് വേണ്ടിയിട്ടുള്ള അന്വേഷണം ഊർജിതമായി നടക്കുന്നുണ്ട്. ഇയാളുടെ കൈവശമാണ് ഈ മരുന്ന് എത്തിച്ചത് എന്നാണ് യുവതി മൊഴി നൽകിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ രാഹുൽ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറഞ്ഞിരിക്കുന്നത് യുവതി ഗർഭിണിയായെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം അവരുടെ ഭർത്താവിനാണ്, തനിക്കല്ല എന്നാണ്. അങ്ങനെയെങ്കിൽ മറ്റൊരാൾ മുൻകൂർ ജാമ്യാപേക്ഷയിൽ അങ്ങനെ പറയുമ്പോൾ പിന്നെ എന്തിന് രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് മുഖേന ഈ ഗർഭചിത്രത്തിന് വേണ്ടിയ മരുന്നുകൾ കൊടുത്തുവിട്ടു എന്നൊരു ഏറ്റവും പ്രസക്തമായ ചോദ്യം ഉയരും. അവിടെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സുഹൃത്ത് നൽകുന്ന മൊഴി, അയാളെ ചോദ്യം ചെയ്യുമ്പോൾ നൽകുന്ന വിവരങ്ങളടക്കം ഈ കേസിൽ നിർണായകമായി മാറും. മാത്രമല്ല ഇയാളുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശോധനയും പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഇവരുടെ സാമ്പത്തിക ഇടപാടുകൾ കേന്ദ്രീകരിച്ചും പോലീസിൻ്റെ പരിശോധന വ്യാപിപ്പിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും ഒളിവിൽ തുടരുകയാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിന് അടച്ചിട്ട കവറിൽ ക്ലോസ്ഡ് എൻവലപ്പിൽ കുറേ അധികം തെളിവുകൾ കൈമാറിയെന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. അത് ഈ സംഭാഷണങ്ങളാണ്, യുവതിയുമായി നടത്തിയ സംഭാഷണങ്ങളാണ്, യുവതി ജോലി ചെയ്യുന്ന സ്ഥാപനവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്, ഒപ്പം ഈ ഗർഭഛിദ്രവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. അത് കുറച്ചുകൂടി അങ്ങനെ നിയമ പോരാട്ടം കുറച്ചുകൂടി ഘടിപ്പിക്കാനുള്ള ശ്രമം കൂടി ഇതിനിടയിൽ രാഹുൽ നടത്തുന്നുണ്ട്. തീർച്ചയായിട്ടും, അതായത് ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയാണ് രാഹുലിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കാരണം BNS സെക്ഷൻ 86 ഉൾപ്പെടെ ഗർഭചിത്രത്തെ നിർബന്ധിച്ചു എന്നതുൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. അതായത് മുൻകൂർ ജാമ്യം ലഭിക്കാത്ത വകുപ്പുകളാണ് അതിൽ കൃത്യമായി FIR-ൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഭാഗം വാദിച്ച് നിൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തെളിവുകളാണ് അദ്ദേഹം ഹാജരാക്കിയിരിക്കുന്നത്. അതിൽ ഈ ബന്ധം ഒരു ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ബന്ധമായിരുന്നു
എന്ന് വ്യക്തമാക്കുന്ന ചില വിവരങ്ങളാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ അഭിഭാഷകൻ മുഖേന കോടതിയിലേക്ക് കൈമാറിയിരിക്കുന്ന തെളിവുകളിൽ ഉള്ളത് എന്നാണ് നമുക്ക് ലഭിക്കുന്നത്. ശ്രീ രാഹുൽ ഈശ്വർ, രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി സോഷ്യൽ മീഡിയയിൽ ഏറെ ചാനലുകളിലും ഏറെ സജീവമായിട്ടുള്ളത് താങ്കളാണ്. ഈ രാഹുൽ നിരപരാധിയാണോ അപരാധിയാണോ എന്ന് തെളിയുന്നതിന് മുൻപാണ് ഇത്തരത്തിലുള്ള പോരാട്ടങ്ങൾ നടക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ പോരാട്ടം രാഹുലിനെ വീണ്ടും ഒരു വലിയ കുഴിയിൽ കൊണ്ട് ചാടിക്കുകയല്ലേ? രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമാണ് കേരള ജനതയിലെ 80-90% എന്ന് ന്യൂസ് 18 താഴെ വരുന്ന പരിപാടികൾ നോക്കിയാൽ. ഇന്നലെ ഞാനും ഞാൻ രഞ്ജിത്ത് രാമചന്ദ്രൻ ഞാനും കൂട്ടുന്ന പരിപാടിയിൽ സോഷ്യൽ മീഡിയയിലൊക്കെ സജീവമായിട്ടുള്ള എത്ര പേർ കാണും? ഈ പൊതുജനത്തെ മുഴുവൻ അങ്ങനെ സോഷ്യൽ മീഡിയയിൽ സജീവമായ ആളുകളൊന്നും 80% എന്നൊക്കെ കണക്ക് രാഹുൽ എവിടുന്നാണ് കിട്ടിയത്? ആരും പറഞ്ഞില്ലല്ലോ. രാഹുൽ എവിടുന്നാണ് 80% കണക്ക് കിട്ടുന്നത്? എനിക്ക് ന്യൂസ് 18 ചാനൽ വിശ്വാസമാണ്. ന്യൂസ് 18 ചാനലിൽ വന്ന അങ്ങ് കൊടുത്ത പോളിൽ 67% കോൺഗ്രസിനെ ബാധിക്കുമോ എന്നായിരുന്നല്ലോ പോള്. കറക്റ്റ്. ആ ബാധിക്കുമോ എന്നതിൽ പോലും ബാധിക്കില്ല എന്നാണ് പറഞ്ഞത്. ഇനി വേണ്ട, രഞ്ജിത്ത് രാമേന്ദ്രയോട് ഞാൻ പരസ്യമായിട്ടൊരു വെല്ലുവിളി ഏറ്റെടുക്കുകയാണ്. നമുക്കൊരു ചർച്ച വെക്കുക. രാഹുൽ നിരപരാധിയോ എന്ന് പറഞ്ഞ് നമുക്കൊരു പോൾ ഇടാം. എത്ര പേര് സപ്പോർട്ട് ചെയ്യുന്നു നോക്കാണ്. അല്ല, ഈ സോഷ്യൽ മീഡിയയിൽ സജീവമായ ആളുകളെ നമ്മുടെ കേരളീയ സമൂഹത്തിന്റെ ഒരു പരിച്ഛേദമായി കാണല്ലേ രാഹുലെ? താങ്കളുടെ പ്രേക്ഷകരെയാണ് താങ്കൾ താഴ്ത്തി കാണുകയല്ല. അവർ മൊത്തത്തിൽ സോഷ്യൽ മീഡിയയിൽ വരുന്നവര് അവര് കേരളീയ സമൂഹത്തിന് 80% എന്നൊക്കെ പറഞ്ഞ കണക്കിലേക്ക് എത്തിക്കല്ലേ? അല്ല സാർ, സോഷ്യൽ മീഡിയയിൽ ഉള്ളതിൽ 80%. ഇനി കേരള സമൂഹത്തിലെ വലിയൊരു പരിച്ഛേദം ആ പരിച്ഛേദത്തിന്റെ തെളിവുള്ളത് കൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആക്ഷൻ എടുക്കാൻ പറ്റാത്തതും രാഹുൽ മാങ്കൂട്ടത്തിൽ ഏറ്റവും പോപ്പുലർ MLA ആകുന്നതും പാലക്കാട് എവിടെ പോയാലും അദ്ദേഹം ജനങ്ങൾ, സ്ത്രീകൾ, സിനിമാ താരങ്ങൾ അദ്ദേഹത്തെ വന്ന് ആശ്ലേഷിക്കുന്നതും. ഇനി അതല്ല പോയിന്റ്. ഇനി രാഹുൽ ഏറ്റവും പോപ്പുലർ ആണെങ്കിലും കാര്യമില്ല. തെറ്റ് ചെയ്താൽ തെറ്റുകാരനാണ്, നിയമത്തിന്റെ കണ്ണിൽ കുറ്റക്കാരനാണ്. പോപ്പുലാരിറ്റി എന്നൊരു മാനദണ്ഡമല്ല. പക്ഷേ നമുക്ക് നോക്കാം, പെൺകുട്ടി പറഞ്ഞ കള്ളങ്ങൾ ഓരോന്നായിട്ട് പൊളിഞ്ഞു വീണില്ലേ? 4 ദിവസമാണ് കല്യാണം എന്ന് പറഞ്ഞു. ശ്രീ രഞ്ജിത്ത് അങ്ങയുടെ പ്രേക്ഷകരോട് പറയൂ, അത് കള്ളമല്ലേ? 1 മാസത്തിന് ശേഷം കല്യാണം ഒഴിഞ്ഞു എന്ന് പറഞ്ഞു. ശ്രീ രഞ്ജിത്ത് താങ്കളുടെ പ്രേക്ഷകരോട് പറഞ്ഞു, അത് കള്ളമല്ലേ? കാര്യം കല്യാണം ഒഴിയാന്നൊരു പരിപാടിയില്ല. ഇനി ഞാൻ താങ്കൾക്ക് അയച്ചു തന്നോന്നല്ല, അല്ലെങ്കിൽ വീണ്ടും അയച്ചു തരാം. ആ പെൺകുട്ടി ജനുവരി 8 വരെ അദ്ദേഹത്തിന്റെ ഭർത്താവിനോടൊപ്പം പല സ്ഥലങ്ങളിലും പോകുന്ന ചിത്രങ്ങൾ എന്റെ കയ്യിലിരിപ്പുണ്ട്. അതിനുശേഷവും ചിത്രങ്ങൾ ഉണ്ടെന്ന് പറയുന്നത് എനിക്കറിയില്ല. പക്ഷേ ജനുവരി 8 വരെ വളരെ സന്തോഷത്തോടെ ഇവർ ഒരുമിച്ച് ജീവിക്കുന്ന സ്കൂൾ കലോത്സവത്തിന് പോകുന്ന ചിത്രങ്ങൾ ഉണ്ടെന്ന് പറയുന്നു. താങ്കൾ കണ്ടില്ലേ? അപ്പോ പച്ച കള്ളങ്ങൾ പറയുന്ന, അല്ലെങ്കിൽ യാതൊരു മടിയുമില്ലാതെ അസത്യങ്ങൾ പറയുന്ന ഒരു പെൺകുട്ടിക്ക് വേണ്ടി നിങ്ങൾ എന്തിനാണ് ക്യാമ്പയിൻ ചെയ്യുന്നത്? 2 ദിവസം മുമ്പല്ലേ കേരളം അറിഞ്ഞുള്ളൂ ആ പെൺകുട്ടി കല്യാണം കഴിച്ചതാണെന്ന്. അത് രാഹുൽ ഈശ്വർ പറഞ്ഞിട്ടല്ലേ അറിഞ്ഞത്. നിങ്ങൾ എല്ലാ മീഡിയക്കാർക്കും അറിയാമെങ്കിലും ഏതെങ്കിലും മീഡിയക്കാർ ആ സത്യം പുറത്തു പറഞ്ഞു? കാര്യം ആ പെൺകുട്ടി കല്യാണം കഴിച്ചതാണെന്ന് അറിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് വിവാഹം കഴിച്ചോ ഇല്ലയോ എന്നുള്ളത് ഈ വിഷയത്തിൽ എന്ത് പ്രസക്തിയാണ്? രാഹുൽ എപ്പോഴും ചൂണ്ടിക്കാട്ടുന്നത് ഈ പെൺകുട്ടി കല്യാണം കഴിച്ചു, വിവാഹം കഴിച്ചു, അത് മറച്ചു വെച്ചു എന്നൊക്കെ ആദ്യം പറഞ്ഞു. അത് പൊളിഞ്ഞു. വിവാഹമായിട്ട് ഇതിനെ ബന്ധപ്പെടുന്നുണ്ട്. കാര്യം വിവാഹം കഴിച്ച ഒരു പെൺകുട്ടിക്ക് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നൊരു കേസ് കൊടുക്കാൻ പറ്റില്ലെന്ന് കേരള ഹൈക്കോടതിയും പഞ്ചാബ് ഹൈക്കോടതിയും സുപ്രീം കോടതിയുടെ വ്യത്യസ്ത വിധിന്യായങ്ങളും ഉണ്ട്. കേരള ഹൈക്കോടതിയുടെ വിധി അങ്ങേക്ക് ഓർമ്മയുള്ള വിധി ഞാൻ പറയാം. വിജയബാബു വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. അതിൽ വിജയബാബു ഓൾറെഡി മാരീഡ് ആണ്. അതുകൊണ്ട് ആ പ്രത്യേക അതിജീവിതയെ, ഇപ്പം പോലും അതിജീവിതയല്ല, ഞാൻ പേര് പറയില്ല, ആ പ്രത്യേക അഭിനേത്രിക്ക് അങ്ങനെ കേസ് കൊടുക്കാൻ പറ്റില്ലെന്ന് നമ്മുടെ കേരള ഹൈക്കോടതിയുടെ അടക്കം ഉത്തരവുണ്ട്. അപ്പോ കല്യാണം കഴിച്ചത് വളരെ പ്രസക്തമായ ഒരു പോയിന്റാണ്. ഇനി 2, ഒരു നിമിഷം മനുഷ്യത്വത്തിൽ തട്ടി ഒന്ന് ആലോചിച്ച് നോക്കൂ. കുഞ്ഞുണ്ടാകാൻ വേണ്ടി മാർച്ചിൽ 3 തവണ ബന്ധപ്പെട്ട് പ്ലാൻ ചെയ്ത് ബന്ധപ്പെട്ടതിനെ റേപ്പെന്ന് വിളിക്കുന്നതിനേക്കാൾ വലിയൊരു കള്ളം എന്തെങ്കിലും ഉണ്ടോ? അതായത് 2 പേരും പ്ലാൻ ചെയ്യുകയാണ്. ഇതിന്റെ തെളിവ് ആരാ പുറത്തുവിട്ടത്? പെൺകുട്ടി. മാർച്ചിൽ നമുക്ക് പ്ലാൻ ചെയ്ത് കുഞ്ഞിനെ ഉണ്ടാക്കാൻ ശ്രമിക്കാം, നമുക്ക് കുഞ്ഞ് വേണം എന്ന് പറഞ്ഞിട്ട് മാർച്ച് 4-ാം തീയതി അടക്കം 3 ദിവസങ്ങളിൽ ഇവർ ബന്ധത്തിൽ ഏർപ്പെടുന്നു. അതിനെ റേപ്പെന്ന് വിളിക്കുന്നത്, കുഞ്ഞുണ്ടാക്കാൻ വേണ്ടി പ്ലാൻ ചെയ്ത് ചെയ്യുന്ന ലൈംഗികതയെ ബലാത്സംഗം എന്ന് വിളിക്കുന്നതിനേക്കാൾ വലിയ എന്തെങ്കിലും കള്ളമുണ്ടോ? ദൈവത്തെ ഓർത്ത് ജനങ്ങൾ ഇത് ആലോചിക്കണം. നിങ്ങൾ പറ്റിക്കപ്പെടുകയാണ്, സാധാരണ മലയാളികൾ പറ്റിക്കപ്പെടുകയാണ്. നമുക്ക് സ്ത്രീകളോടുള്ള ബഹുമാനം ആ സോക്കോൾഡ് അതിജീവിത ദുരുപയോഗം ചെയ്യുകയാണ്. നമുക്ക് സ്ത്രീകളോടും സഹോദരിമാരോടും അമ്മമാരോടുമുള്ള ബഹുമാനവും സ്നേഹവും യഥാർത്ഥത്തിൽ ഈ തീവ്ര ഫെമിനിസ്റ്റ് ലോബി ചൂഷണം ചെയ്യുകയാണ്. നമ്മളെ തെറ്റിദ്ധരിപ്പിച്ച് വ്യാജ വാർത്തകൾ വെച്ച്, അർത്ഥസത്യങ്ങൾ വെച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെ ആക്രമിച്ച് ആ പെൺകുട്ടിക്ക് പ്രതിരോധം ഒരുക്കുകയാണ് ഈ പല ആൾക്കാരും. ഈ പെൺകുട്ടി ആരാ? ഒരു മടിയില്ലാതെ കള്ളം പറയുന്ന പെൺകുട്ടി. മറ്റൊരു പ്രശ്നം നമുക്കറിയാമല്ലോ, ഈ ബലാത്സംഗ കേസുകളിലെ
ഇരകളുടെ പേരോ ഏതെങ്കിലും ഐഡന്റിറ്റിയോ പുറത്തുവിടുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ സുപ്രീം കോടതി വിധികളുണ്ട്. ഒപ്പം നമ്മുടെ ഇന്ത്യൻ പീനൽ കോഡ് വകുപ്പ് പ്രകാരം 228 പ്രകാരം തടവ് ലഭിക്കുന്ന കുറ്റമാണ്. പക്ഷേ രാഹുൽ കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് അത് അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പെൺകുട്ടിയുടെ ഐഡന്റിറ്റി എവിടെ വെളിവിട്ടു? ഇനി ശ്രീ രഞ്ജിത്ത് ഒരു നിമിഷം ഒന്ന് ആലോചിക്കൂ. പെൺകുട്ടി പരാതി കൊടുത്തത് മിനിഞ്ഞാന്നല്ലേ? എനിക്ക് അതിന് മുമ്പ് പുറത്തു വിട്ടുകൂടായിരുന്നോ? ഞാൻ ചെയ്തോ? ഈ പെൺകുട്ടി പരാതി കൊടുത്തിട്ട് 3 ദിവസം അല്ലെങ്കിൽ 72 മണിക്കൂർ താഴെയല്ലേ ആവുന്നുള്ളൂ. അതിനു മുമ്പ് ഈ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി വെളിവിട്ടാൽ ഈ പെൺകുട്ടിക്ക് എനിക്കെതിരെ കേസ് കൊടുക്കാൻ പറ്റുമോ? സന്ദീപ് വാര്യർ ഈ പെൺകുട്ടിയുടെ വിവാഹത്തിൽ പങ്കെടുത്തു എന്ന് പറഞ്ഞ ഡേറ്റ് അടക്കം പിന്നെ ഫേസ്ബുക്കിലിട്ടു. നോക്കൂ, ആ ഫോട്ടോ, പഴയ ഫോട്ടോ കുത്തിപ്പൊക്കിയെടുത്ത് പ്രചരിപ്പിക്കുകയാണെന്നേ. താങ്കൾ അതിന്റെ പ്രശ്നം എന്താ അറിയാമോ? താങ്കൾ ഇപ്പോൾ ഈ പെൺകുട്ടിയുടെ മുൻ ഭർത്താവിനൊപ്പം നിൽക്കുന്നു. ഈ മുൻ ഭർത്താവിന്റെ കൂടി മുഖമാണ് വെളിപ്പെടുന്നത് പുറത്ത്. രഞ്ജിജി, നമുക്ക് വസ്തുതകളിലല്ലേ ഡീൽ ചെയ്യാൻ പറ്റൂ. സന്ദീപ് വാര്യരുടെ പോസ്റ്റ് ഇപ്പോഴും കിടപ്പില്ലേ? 31,000-ലധികം ലൈക്ക് ലഭിച്ച വ്യാപകമായി വൈറലായ പോസ്റ്റ് കിടപ്പില്ലേ? അതിൽ ഡേറ്റ് കൊടുത്തിട്ടുണ്ടോ? ഇല്ല. എന്തിനാണ് നമ്മൾ കള്ളം പറയുന്നത്? അതിൽ ഡേറ്റ് കൊടുത്തിട്ടില്ല. സന്ദീപ് വാര്യരുടെ വിവാഹത്തിൽ പങ്കെടുത്തു എന്ന് പറയുമ്പോൾ ഈ സോഷ്യൽ മീഡിയയിലെ ഈ സോക്കോൾഡ് രാഹുൽ അനുകൂലികൾ അത് പഴയ കാലത്തേക്ക് പോകുന്നു, അത് തപ്പിയെടുക്കുന്നു, ആ മാസം കൊടുക്കുന്നു, ആ മാസം തപ്പിയെടുക്കുന്നു. ആ സമയത്ത് സന്ദീപ് ഫോട്ടോ ഇട്ടിട്ടുണ്ട്, അതെടുത്തിപ്പോൾ വ്യാപകമായി പ്രചരിപ്പിക്കുകയാണെന്നേ. അല്ല, കഴിഞ്ഞ വർഷം ഈ പെൺകുട്ടിക്ക് അടുത്ത വർഷം പ്രശ്നം ഉണ്ടാവുമെന്ന് കരുതി സന്ദീപ് വാര്യർക്ക് പോസ്റ്റ് ഇടാതിരിക്കാൻ പറ്റുമോ? എന്നിട്ട് സന്ദീപ് വാര്യരുടെ മാന്യതയാണ് നിങ്ങൾ മാധ്യമപ്രവർത്തകർ വിളിച്ചു പറഞ്ഞപ്പോൾ സന്ദീപ് വാര്യരുടെ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തു, അതായത് പഴയ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തു. സത്യങ്ങൾ നമ്മൾ മറച്ചു വെച്ചാൽ ഇനി ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. അല്ലല്ല, ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ, ഒറ്റ കാര്യം മാത്രം. ആ പെൺകുട്ടിയെ അങ്ങനെ ഇൻഡയറക്റ്റ് ആയിട്ടെങ്കിലും പരാമർശിച്ചപ്പം പൊള്ളിയല്ലേ? രാഹുൽ മാങ്കൂട്ടത്തിലിനെ മാസങ്ങളായി കടിച്ചു കീറി രാഹുലിന്റെ വീട്ടുകാരെ അധിക്ഷേപിച്ച് രാഹുലിനെ വലിച്ച് ചവിട്ടി ഇരച്ചപ്പോൾ ഇവിടെ ആർക്കും വേദന എന്റെ പൊന്നു രാഹുലീശ്വരെ, വളരെ മാന്യമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തി വന്ന ഒരു പെൺകുട്ടിയുമായും ഒരു പെൺകുട്ടിയെ ഉപദ്രവിക്കാതിരിക്കുന്ന കേരളീയ സമൂഹത്തിൽ വളരെ വിശ്വസനീയമായ പ്രവർത്തികൾ നടത്തിക്കൊണ്ടിരുന്ന വലിയ ഏറ്റവും മികച്ച MLA ആയ നല്ല സ്വഭാവ ശുദ്ധിയുള്ള ഒരു മനുഷ്യനെയാണ് കേട്ടോ ഞങ്ങളൊക്കെ വലിച്ചു കീറുന്നത്. സംശയമില്ല. അങ്ങനെ ഏറ്റവും മികച്ച രീതിയിൽ കുടുംബജീവിതം കൊണ്ടുപോകുന്ന പെൺകുട്ടിയാണോ അത്? ആ പെൺകുട്ടി ഏറ്റവും മികച്ച രീതിയിൽ കുടുംബജീവിതം കൊണ്ടുപോകുന്നതാണോ? ഞാൻ കൂടുതൽ പറയുന്നില്ല. പക്ഷേ ഇത് രാഹുലിനെ സപ്പോർട്ട് ചെയ്യുന്നവരോട് റിക്വസ്റ്റ് ഉണ്ട്, ഒരു കാരണവശാലും ആ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി നമ്മൾ പറയരുത്. അത് ഇന്ത്യൻ നിയമത്തെ നമ്മൾ ബഹുമാനിക്കുന്നതുകൊണ്ടാണ്, നമുക്ക് മര്യാദ ഉള്ളതുകൊണ്ടാണ്. അതാണ് ശ്രീ രഞ്ജിത്ത് ഓർക്കേണ്ടത്. ഈ തെളിവുകളെല്ലാം എന്റെ കയ്യിൽ മാസങ്ങളായിട്ട് ഇരിക്കുന്നുണ്ടല്ലോ. എനിക്ക് 3 ദിവസം മുമ്പ് വെളിവിടായിരുന്നല്ലോ. അങ്ങനെയാണെങ്കിൽ നിയമ പ്രശ്നമില്ലല്ലോ. 3 ദിവസം മുമ്പ് ഇത് വെളിവിട്ടാൽ പെൺകുട്ടി പരാതി നൽകിയിട്ടില്ലാത്തതുകൊണ്ട് പരാതിക്കാരിയോ ഇരയോ അതിജീവിതയോ അല്ല. പക്ഷെ ഞാൻ ചെയ്യാത്തത് എന്തുകൊണ്ടാണ്? ഞങ്ങളെല്ലാം കുറച്ച് മാന്യതയിലും മര്യാദയിലും വിശ്വസിക്കുന്നതാണ്. ആ മര്യാദ ആ പെൺകുട്ടി കാണിച്ചില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ നമുക്ക് കുഞ്ഞ് വേണം എന്ന് പറഞ്ഞ വാട്സാപ്പ് മെസ്സേജ് പോലും സമൂഹ മാധ്യമങ്ങളിലും മീഡിയയിലും ഇട്ടുകൊടുത്തു രാഹുലിനെ ആക്രമിക്കാൻ. അപ്പൊ ആലോചിക്കുക, ആരാണ് ധർമ്മത്തിന്റെ പാതയിൽ പോരാടുന്നതെന്ന്, ആരാണ് നീതിയുടെയും ന്യായത്തിന്റെയും മാന്യതയിൽ പോരാടുന്നതെന്ന്. ഈ പെൺകുട്ടിക്കെതിരെ ഒരാഴ്ച മുമ്പ് ഇത് പുറത്തിട്ടാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ചോദിക്കാനെങ്കിലും സ്പേസ് ഉണ്ടാവുമോ? എനിക്ക് ഈസിയായി ചെയ്തുകൂടെ? എന്തെങ്കിലും നിയമ പ്രശ്നമുണ്ടോ? അന്ന് അതിജീവിതയോ ഇരയോ പരാതിക്കാരിയോ അല്ലല്ലോ. പക്ഷെ അത് ചെയ്യാത്തത് ഞങ്ങൾ മാന്യതയിൽ വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ ആ പെൺകുട്ടിയും ആ പെൺകുട്ടിയുടെ സുഹൃത്തുക്കളും വ്യാപകമായി രാഹുൽ കുഞ്ഞു വേണം, എത്ര പേഴ്സണൽ കാര്യമാണ്, ഒരു കുഞ്ഞ് വേണമെന്ന് പറഞ്ഞ വാട്സപ്പ് ചാറ്റ് വരെ പ്രചരിപ്പിച്ചു. അത് ദൈവമായിട്ട് ജയിച്ചതാണ്. ഇന്ന് അതാണ് തിരിഞ്ഞു കുത്താൻ പോകുന്നത്. അതാണ് കൺസെന്റ് ഉണ്ടെന്ന് തെളിയിക്കാൻ പോകുന്നത്. അതായത് ആ പെൺകുട്ടി പിൽസ് മുഖ്യം, സിനിമാ ഡയലോഗാണ് പറയുന്നത്, പിൽസ് മുഖ്യം ബിഗിലേ എന്നതിന്റെ പിൽസ് മുഖ്യം എന്ന് വരെ പറഞ്ഞ കൺസെന്റ് ഉള്ള ഡയലോഗ് ആ പെൺകുട്ടി തന്നെ പുറത്തു വിട്ടു. അത് ദൈവമായിട്ട് പുറത്തു വിരിയിച്ചതാണ്. ഈ കള്ളത്തരം പൊളിഞ്ഞു വീഴാനാണ്. രാഹുൽ ഇനിയും 9 തെളിവുകൾ കൊടുത്തിട്ടുണ്ട്. കോടതി അപ്രീഷിയേറ്റ് ചെയ്യുമെന്ന് അറിയില്ല. യൂഷ്വലി കീഴ്ക്കോടതികൾ എങ്ങനെ ജാമ്യത്തിൽ കറേജസ് ആയ ഡിസിഷൻ അല്ല, ഹൈക്കോടതികളാണ് പൊതുവെ എടുക്കുന്നത്. എന്നാലും ഈ കാര്യങ്ങളെല്ലാം പൊതുമധ്യത്തിലേക്ക് വരും. പക്ഷെ ഒറ്റ റിക്വസ്റ്റേ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. നമ്മളെന്ന് പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെയും ഞാൻ അടക്കം നടത്തുന്ന ക്യാമ്പയിനെ സപ്പോർട്ട് ചെയ്യുന്നവരോടുള്ളൂ. ഒരു കാരണവശാലും ആ പെൺകുട്ടിയെ അധിക്ഷേപിക്കരുത്, പെൺകുട്ടിയുടെ പേര് വെളിവിടരുത്, പെൺകുട്ടിയുടെ വീട്ടുകാരുടെ പേര് വെളിവിടരുത്, പെൺകുട്ടിയുടെ ഹസ്ബൻഡിന്റെ പേര് വെളിവിടരുത്. എനിക്ക് ഹസ്ബൻഡിന്റെ ഓഡിയോ ചാറ്റ് അടക്കം എന്റെ ഉണ്ട്. പക്ഷേ അദ്ദേഹം എന്നോട് പറഞ്ഞു ഇപ്പൊ അത് പുറത്തു വിടണ്ട. ഹസ്ബൻഡ് അടക്കം ഞങ്ങൾ ഇതുവരെ ഡിവോഴ്സ്ഡ് ആയിട്ടില്ല, ഞങ്ങൾ വിവാഹമോചനം നേടിയിട്ടില്ല എന്ന് ആ പെൺകുട്ടിയുടെ ഭർത്താവ് എന്നോട് പറയുന്നതിന്റെ ഓഡിയോ മെസ്സേജുകൾ എന്റെ ഉണ്ട്. അത് ഞാൻ ഇപ്പം പുറത്തു വിടില്ല, കാര്യം സ്വകാര്യതയ്ക്കെതിരാണ്. നന്ദി രാഹുൽ. BJP നേതാവ് ശ്രീ കൃഷ്ണകുമാർ കൂടി ടെലിഫോണിലായിട്ട്. ശ്രീ കൃഷ്ണകുമാർ, ഇപ്പോൾ ഈ കോടതിയിൽ നടക്കുന്ന നിയമ പോരാട്ടത്തെക്കാൾ സജീവമാണ് സോഷ്യൽ മീഡിയയിലെ ഈ പോരാട്ടം. ഈ രാഹുലിന് അനുകൂലമായി വെട്ടുകിളികളെ പോലെയാണ് ആളുകൾ രംഗത്ത് വന്നിരിക്കുന്നത്. ഇതെന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് താങ്കളുടെ ഒരു വിലയിരുത്തലിൽ? അല്ല, ഇപ്പോ രാഹുൽ ഈശ്വർ അടക്കമുള്ള കോൺഗ്രസിന്റെ നേതാക്കന്മാർ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത്രയും കാലം ആ പെൺകുട്ടി പരാതി കൊടുക്കാൻ തയ്യാറായി വന്നില്ല. ഇപ്പൊ വളരെ വ്യക്തമായല്ലോ.
ഒരു പെൺകുട്ടി ഇത്തരം അവസരങ്ങളിൽ പരാതിയുമായിട്ട് രംഗത്ത് വന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സൈബർ ടീം ഇത്തരത്തിൽ വെട്ടുകിളികളെ പോലെ അവർക്കെതിരായിട്ട് അധിക്ഷേപവുമായിട്ട് രംഗത്ത് വരും. രാഹുൽ ഈശ്വറിനെ പോലെയുള്ള ആളുകൾ ഇത്തരം ആളുകളെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്ത് വരും. രാഹുൽ ഈശ്വറോടെ പറഞ്ഞല്ലോ, രാഹുൽ ഈശ്വർ ഈ ഇരയായിട്ടുള്ള പെൺകുട്ടിയുടെ ഹസ്ബൻഡിനെ കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് വിളിച്ച് നിരന്തരമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അവരെ പലതരത്തിലും സ്വാധീനിക്കാനുള്ള ശ്രമം രാഹുൽ ഈശ്വറിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം ഞങ്ങൾക്ക് കൃത്യമായിട്ട് ബോധ്യമുണ്ട്. ഇപ്പൊ രാഹുൽ ഈശ്വറിനെ പോലെയുള്ള ആളുകൾ ഇത്തരം കുറ്റകൃത്യം ചെയ്ത ആളുകൾക്ക് പിന്തുണയുമായി വരുന്നത് അദ്ദേഹത്തിന്റെ ഉള്ള പൊതുജന മധ്യത്തിലുള്ള ഇമേജ് പോലും ഇല്ലാതാക്കുന്നതാ. എന്തുകൊണ്ടാണ് അദ്ദേഹം ഇത്രയും ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യം ചെയ്ത ആളെ പിന്തുണയ്ക്കുന്നത്? ആദ്യത്തെ അനുഭവമല്ല. ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞല്ലോ, മുൻ KPCC പ്രസിഡന്റിന് നിരവധി പെൺകുട്ടികളുടെ പരാതി കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകരായിട്ടുള്ള യുവതികളുടെ പരാതികൾ പോലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ട് മുൻ KPCC പ്രസിഡന്റിന് ലഭിച്ചിട്ടുണ്ട്. അപ്പോ ഇത്തരത്തിൽ സ്വഭാവ വൈകൃതമുള്ള ഒരാളെ സംരക്ഷിക്കാനും അദ്ദേഹത്തെ വെള്ളപൂശാനും രാഹുൽ ഈശ്വറിനെയും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള സൈബർ വിങ്ങുകളും തയ്യാറാവുന്നതിന് പിന്നിലുള്ള വികാരം എന്താണെന്നാണ് ഞങ്ങൾക്കറിയാത്തത്. ഈ രാഹുൽ ഈശ്വർ മാത്രമല്ല, ഇപ്പം നമുക്കറിയാം രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞത് ഏറ്റവും ഹീനമായ PR വർക്ക് നടത്തി ഈ തരത്തിലെത്തിയ ഒരാളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നാണ്. അത് കോൺഗ്രസിൽ തന്നെ വലിയ അഭിപ്രായ വ്യത്യാസമുണ്ട്, വലിയ തർക്കങ്ങളുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട് എന്നുള്ളതാണ്. നിങ്ങൾ അദ്ദേഹത്തിന്റെ ചരിത്രം തന്നെ നോക്കുക. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ എങ്ങനെയായത്? യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായത് തന്നെ വളഞ്ഞ വഴിയിലൂടെയാണ്. വ്യാജമായിട്ട് ഐഡന്റിറ്റി കാർഡുകൾ ക്രിയേറ്റ് ചെയ്ത് അതുവഴിയാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാവുന്നത്. അദ്ദേഹത്തിന്റെ ഓരോ നാൾ വഴികളും നിങ്ങൾ പരിശോധിച്ച് നോക്കിയാലും മറ്റുള്ള നേതാക്കന്മാരെ പോലെ ഏറ്റവും താഴെത്തട്ടിൽ പ്രവർത്തിച്ച് കാലാകാലങ്ങളായി പ്രവർത്തിച്ച് മുന്നോട്ട് വന്ന വ്യക്തിയല്ല. കേവലം 4-5 വർഷം കൊണ്ട് വളഞ്ഞ വഴിയിലൂടെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിലെത്തി. ആ സംസ്ഥാന അധ്യക്ഷ പദവിയിലെത്തിയിട്ട് ആ പദവി ഇത്തരം കാര്യങ്ങൾക്കായിട്ട് ദുരുപയോഗം ചെയ്യുന്ന വ്യക്തിയാണ്. അതുപോലെ തന്നെ എതിർക്കുന്ന ആളുകളെ ഏത് വിധേനയും നശിപ്പിക്കാനായിട്ടുള്ള സൈബർ വിങ് ഇത്തരത്തിലുള്ള ആളുകളെ കൂട്ടുപിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിത്വമാണ്. ഇത്തരം ആളുകൾ കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് പൊതുമധ്യത്തില് പൊതുജന സേവനത്തിന് ആവശ്യമുണ്ടോ എന്നുള്ളതാണ് അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന ആളുകൾ ചിന്തിക്കേണ്ടത്. നാളെ ഇതുപോലെയുള്ള വ്യക്തികൾ ഉന്നത സ്ഥാനങ്ങളിലെത്തിയാൽ ആർക്കും കേരളത്തിൽ സുരക്ഷിതമായിട്ട്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് കേരളത്തിൽ സുരക്ഷിതമായി കഴിയാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാവും. കോൺഗ്രസിന്റെ പ്രധാന നേതാക്കന്മാരുടെ കുടുംബത്തെ പോലും അദ്ദേഹം വിട്ടിട്ടില്ലല്ലോ. അവരുടെ വീടുകളിൽ പോലും ഇത്തരത്തിലുള്ള അദ്ദേഹത്തിന്റെ സ്വഭാവ വൈകൃതം പ്രദർശിപ്പിച്ചിട്ടുണ്ടല്ലോ. ശ്രീ അനിൽ ബോസ് കൂടി, അഡ്വക്കേറ്റ് അനിൽ ബോസ് കൂടി ടെലിഫോണിലുണ്ട്. അനിൽ ബോസ്, ഈ നേരത്തെ രാജ്ഭവൻ ഉണ്ണിത്താന്റെ വിമർശനമായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ചയായത്. പിന്തുണയ്ക്കുന്നത് ഈ പറഞ്ഞതുപോലെ നിരവധി പരാതികളുള്ള ഒരാളെ വീക്ഷണം പത്രം മുഖപ്രസംഗത്തിലൂടെ പോലും പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യം ഒരുങ്ങി വരുന്നു. അത് എന്തിൻ്റെ പേരിലാണ് എന്ന് മനസ്സിലാകുന്നില്ല. കോൺഗ്രസിൻ്റെ നേതൃത്വം, KPCC അധ്യക്ഷനടക്കം ഇതിനെതിരെ രാഹുലിനെതിരെ രംഗത്ത് വന്നിട്ടും രമേശ് ചെന്നിത്തലയും VD സതീശനും ശക്തമായ നിലപാടെടുത്തിട്ടും K മുരളീധരൻ അതിശക്തമായ വിമർശനങ്ങൾ നടത്തിയിട്ടും കോൺഗ്രസിൽ ഇപ്പോഴും രണ്ടഭിപ്രായമുണ്ടെന്നേ. അനിൽ ബോസ്, ഒന്നാമത്തെ കാര്യം, ആരോപണം ഉയർന്ന സമയത്ത് തന്നെ യൂത്ത് കോൺഗ്രസ് സ്റ്റേറ്റ് പ്രസിഡന്റ് തൽസ്ഥാനം അദ്ദേഹം രാജിവെച്ചു. 2, പാർട്ടി എന്നുള്ള നിലയിൽ ഇതിനെ ഗൗരവമായി കണ്ടുകൊണ്ട് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. 3, നിലവിൽ അന്നത്തെ സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരു പരാതിയുമായി ഒഫീഷ്യലായി ഏതെങ്കിലും ഒരു അന്വേഷണ ഏജൻസി മുൻപാകെ വന്നില്ല. അന്വേഷണ ഏജൻസി മുൻപാകെ പരാതി കൊടുക്കുകയും മൊഴി കൊടുക്കുകയും അന്വേഷിക്കുകയും ചെയ്ത് കേരളത്തിലിരിക്കുന്ന ആഭ്യന്തര വകുപ്പ് എന്ന് പറയുന്നത് കോൺഗ്രസ് പാർട്ടിയുടേതല്ല. അപ്പൊ ആ കേസെടുക്കേണ്ട ഉത്തരവാദിത്വവും അന്വേഷിച്ച് കുറ്റക്കാരുണ്ടെങ്കിൽ പരാതിക്കാരുണ്ടെങ്കിൽ അതൊക്കെ പരിശോധിച്ച് നടപടി എടുക്കേണ്ടത് ഗവൺമെന്റാണ്. ആ ഗവൺമെന്റ് എടുക്കുന്ന ഒരു നടപടിയെയും കോൺഗ്രസ് പാർട്ടി ഔദ്യോഗികമായി എതിർക്കുന്നില്ല എന്ന് മാത്രമല്ല അതിനെ പരിപൂർണമായി പിന്തുണയ്ക്കുകയും സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. പാർട്ടി നിലപാട് ഇരയ്ക്കൊപ്പമാണ്. സ്വാഭാവികമായും പരാതിക്കാർ ഉണ്ടാവണം, പരാതിയിൽ അന്വേഷണം ഉണ്ടാവണം, അതിൽ നടപടികൾ ഉണ്ടാകണം. എന്നാൽ വന്ന പരാതികളിൽ എന്ത് നടപടി ഗവൺമെന്റ് എടുക്കാൻ കഴിഞ്ഞു? സ്വാഭാവികമായും യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരിക്കുന്ന ഒരാൾ, നിങ്ങൾ ഇവിടെ പറഞ്ഞതുപോലെ വളഞ്ഞ വഴിയോ എന്ന് രാഷ്ട്രീയ എതിരാളികൾക്ക് ആക്ഷേപിക്കാം. എന്തായാലും യൂത്ത് കോൺഗ്രസിന് നടന്ന ഒരു തെരഞ്ഞെടുപ്പ് പ്രോസസ്സിൽ പ്രസിഡന്റായ ഒരാളോട് പാർട്ടി പ്രവർത്തകർക്ക് സ്വാഭാവിക താല്പര്യമുണ്ടാകും എന്നത് ആർക്കും തർക്കിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. പ്രത്യേകിച്ച് CPM എന്ന് പറയുന്ന പാർട്ടിക്കെതിരായി വളരെ രൂക്ഷമായി വിമർശനം ഉന്നയിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ കൂടിയാകുമ്പോൾ
അതിനെ രാഷ്ട്രീയമായി പാർട്ടി പ്രവർത്തകർ ഉൾക്കൊള്ളും, സ്നേഹിക്കും, അംഗീകരിക്കും, പിന്തുണ കൊടുക്കും. അങ്ങനെ ഒരാളെ പെട്ടെന്ന് വിട്ടുകൊടുക്കാൻ പാർട്ടി പ്രവർത്തകരുടെ മനസ്സ് അനുവദിക്കത്തില്ല. അത് യാഥാർത്ഥ്യമാണ്. പക്ഷെ നാം കാണേണ്ടത് ഇവിടെ സമാന ആരോപണങ്ങൾ നേരിട്ടുകയും പരാതി വരികയും ചെയ്ത MLA മാർ നിയമസഭയിൽ ഇരിക്കുകയാണ്. എക്സ്പെഷ്യലി കൊല്ലം CPM MLA, CPM-ന്റെ പാർട്ടി ചുമതലയുള്ളയാളാണ് ശ്രീ M. മുകേഷ്. അദ്ദേഹത്തിനെതിരെ കേസ് വന്നു. എന്ത് നടപടി ഈ ഗവൺമെന്റ് സ്വീകരിച്ചു? എന്താണ് സ്വീകരിച്ചത് അവർ പറയണ്ടേ? ഇപ്പൊ ആദർശം പറഞ്ഞല്ലോ CPM പ്രതിനിധി ഈ അത് രണ്ടും കൂടി ഒന്നുമില്ല. കേസ് പെണ്ണ് കേസല്ല, ഒറ്റ കേസാണ്. അത് രണ്ടും കൂടി ഒന്നും കൂട്ടണ്ട. ആര് പെണ്ണ് പിടിച്ചു എന്ന് പറഞ്ഞ് പരാതി വന്നാലും കേസ് ഒറ്റ കേസാണ്. അത് മുകേഷിന്റെ കേസ് പിന്നെ പെണ്ണുങ്ങളെ പീഡിപ്പിച്ചല്ല, തലോടുകയായിരുന്നു എന്ന് പറയണ്ട. രാഹുൽ മാങ്കൂട്ടത്തിന്റെയും തലോടുകയാണെന്ന് പറയണ്ട. അങ്ങനെ കേസുണ്ടെങ്കിൽ അത് അന്വേഷിക്കേണ്ടത് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അല്ല. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ചെയ്യേണ്ട ജോലികൾ ചെയ്തിട്ടുണ്ട്. AICC നേതൃത്വത്തിന്റെ അനുമതിയോടെ ചെയ്യേണ്ട എല്ലാ സംഘടനാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. ഞാൻ കോൺഗ്രസ് പാർട്ടിയുടെ പ്രതിനിധിയായി ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കാൻ നിയോഗിച്ചിട്ടുള്ള ഒരു വ്യക്തി, പാർട്ടിയുടെ വിവിധ ചുമതലകൾ വഹിക്കുന്നു. ഇപ്പോഴും ഞാൻ തമിഴ്നാട്ടിലാണുള്ളത്, പാർട്ടിയുടെ AICC-യുമായി ബന്ധപ്പെട്ട് നൽകിയ ചുമതല പ്രകാരം. അങ്ങനെയുള്ള നമ്മളടക്കം വളരെ ഓപ്പണായി എന്റെ സോഷ്യൽ മീഡിയ ഫോറത്തിലും പങ്കെടുത്ത ചർച്ചകളിലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ നിലപാടിനെ ഇന്നല്ല പാർട്ടി എന്ന് നടപടിയെടുത്തോ ആ നിമിഷം മുതൽ തള്ളി പറഞ്ഞിട്ടുണ്ട്. പിന്നെ സൈബർ ഇടങ്ങളിൽ നടക്കുന്ന പിന്തുണയും കോൺഗ്രസ് പാർട്ടിയുടെ പിന്തുണയുമായി കൂട്ടിക്കുഴയ്ക്കരുത്. KPC പ്രസിഡന്റ് പിന്തുണച്ചിട്ടുണ്ടോ? AICC ജനറൽ സെക്രട്ടറി പിന്തുണച്ചിട്ടുണ്ടോ? AICC ഏതെങ്കിലും വർക്കിംഗ് കമ്മിറ്റി മെമ്പർമാർ പിന്തുണച്ചിട്ടുണ്ടോ? പരസ്യമായി വന്ന ഏതെങ്കിലും MP-മാർ പിന്തുണച്ചിട്ടുണ്ടോ? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കേസിൽ പരാതിയില്ലാതിരിക്കുകയും പരാതിക്കാരിയില്ലാതിരിക്കുകയും അന്വേഷണ ഏജൻസികൾ കുറ്റക്കാരെന്ന് കണ്ടെത്തുകയും ചെയ്യാത്ത ആളുകളോട് കോൺഗ്രസുകാർ സഹപ്രവർത്തനം എന്നുള്ള നിലയിൽ പലരും മിണ്ടും, പലരും വർത്തമാനം പറയും. അതിനെന്താ കുഴപ്പം? അതിനൊന്നും ആർക്കും തർക്കമില്ല. ഇനി ഇപ്പോൾ ഒരു പരാതിക്കാരി വന്നിരിക്കുന്നു. ആ പരാതിയുമായി ബന്ധപ്പെട്ട് നടപടിയുണ്ട്. കേസെടുത്ത് അറസ്റ്റ് ചെയ്യുന്നേ. നിങ്ങൾ തൂക്കിക്കൊല്ല്, ജീവപര്യന്തം കൊടുക്കുക, തൂക്കിക്കൊല്ല്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തന്നെ സ്വാഗതം ചെയ്യും. രാഹുൽ മാങ്കൂട്ടത്തിനെ തൂക്കിക്കൊല്ല്, ഞങ്ങൾ സ്വാഗതം ചെയ്യും. മനസ്സിലായില്ലേ? ഞങ്ങളുടെ നിലപാടിൽ ക്ലാരിറ്റി ഉണ്ട്. ഞങ്ങൾക്ക് അന്ധമായി പ്രൊട്ടക്ട് ചെയ്യേണ്ട കാര്യമില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്നിട്ടുള്ള ആരോപണം ഗൗരവമുള്ളതാണ് എന്ന അഭിപ്രായത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. അങ്ങനെ ഉയർന്നിട്ടുള്ള ആരോപണങ്ങളിൽ പിന്നെ പരിഹാരം ഉണ്ടാക്കേണ്ടത് ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടിയല്ല, ഭരിക്കുന്ന സർക്കാരാണ്. അവർ അന്വേഷിക്കേണ്ടത്, നടപടിയെടുക്കേണ്ടത്, മാതൃകാപരമായി ശിക്ഷിക്കേണ്ടത്. കോൺഗ്രസ് പാർട്ടി പിന്തുണയ്ക്കല്ലേ? പിന്നെ നിങ്ങൾ കോൺഗ്രസുകാരുടെ നെഞ്ചത്തോടെ കയറുന്നത്? അനിൽ ബോസേ, വീക്ഷണത്തിന് അത് ബോധ്യപ്പെട്ടിട്ടില്ല. നിങ്ങളുടെ മുഖപത്രമായ വീക്ഷണത്തിന് താങ്കളുടെ നിലപാടല്ല. അല്ല, ഞാൻ ചോദിച്ചോട്ടെ, ദേശാഭിമാനി പത്രത്തിന്റെ പേരിൽ കോടിക്കണക്കിന് രൂപ ആളുകളും കോൺഗ്രസുകാരാണ് നിങ്ങൾ ധരിച്ചു വെച്ചിരിക്കുന്നത്. അഭിപ്രായങ്ങളുള്ള പാർട്ടിയാണ് ഞങ്ങളുടെ പാർട്ടിയിൽ. പാർട്ടി മുഖപത്രമായ വീക്ഷണത്തിൽ ജോലി ചെയ്യുന്ന ആളുകൾ പല പാർട്ടിയിൽപ്പെട്ടവർ ജോലി ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും വാർത്തകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് എഡിറ്റോറിയൽ ബോർഡിന്റെ ഉത്തരവാദിത്തത്തോടു കൂടിയാണെങ്കിൽ അത് പാർട്ടി പരിശോധിക്കും. അത് ആരാണോ ചെയ്ത് അവർക്കെതിരെ നടപടിയെടുക്കും. രാധാകൃഷ്ണനും ഒപ്പം നിങ്ങളുടെ UDF കൺവീനറും പറഞ്ഞ എന്തായിരുന്നു? അല്ല, ഞാൻ പറഞ്ഞില്ലേ, ഒരു വിഷയം ഉയർന്നു വരുന്നു. എന്ത് പറഞ്ഞു നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? ആരെങ്കിലും പറഞ്ഞോ? രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി ഉണ്ടായാൽ നടപടി എന്നല്ലാതെ ഏത് നേതാവാ പറഞ്ഞത്? ഒരു നേതാവിന്റെ പേര് പറഞ്ഞു. നിങ്ങൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. നിങ്ങൾക്കൊരു പരാതിക്കാരിയെ ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞോ? നിങ്ങൾക്കൊരു കേസെടുത്ത് അയാളെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞോ? അയാൾക്കെതിരെ മതിയായ തെളിവുകൾ വെച്ച് നിങ്ങൾക്കൊരു കേസ് ചാർജ് ചെയ്യാൻ ഈ ഗവൺമെന്റ് കഴിഞ്ഞോ? ഇല്ലാത്തടത്തോളം കാലം കൂടെ നടന്നൊരു സഹപ്രവർത്തനെ ഞാൻ മുൻ KPCC അധ്യക്ഷൻ സുധാകരൻ പറഞ്ഞതേ. അങ്ങനെ തള്ളിയൊന്നും പറയുന്നില്ല. വ്യക്തമായ എവിഡൻസോടുകൂടി ഒരു പരാതി വരികയും കേസ് വരികയും നടപടിയെടുക്കാൻ ഗവൺമെന്റ് തയ്യാറാകുകയും ചെയ്താൽ 100% ഗവൺമെന്റ് നടപടികളെ രാഷ്ട്രീയം മറന്ന് പിന്തുണയ്ക്കും. രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസ് പാർട്ടി രാഹുൽ വിഷയത്തിലെടുത്തുള്ള നിലപാട് സ്ട്രോങ് ആണ്, ക്ലാരിറ്റി ഉള്ളതാണ്. അതിന്റെ പേരിൽ ഏറ്റവും മറുപടി പറയാൻ താല്പര്യപ്പെടുന്നില്ല. ശ്രീ റെജി ലൂക്കോസ്, ഇങ്ങനെയാണ് അവസ്ഥ. അതായത് സോഷ്യൽ മീഡിയയിൽ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി വലിയ സന്നാഹങ്ങളാണ്. കോടതിക്ക് അകത്ത് നടക്കുന്ന നിയമ പോരാട്ടങ്ങളെക്കാൾ വലിയ പോരാട്ടം രാഹുലിനായി സജീവമായി സോഷ്യൽ മീഡിയയിൽ നടക്കുന്നു. യഥാർത്ഥത്തിൽ അയാളുടെ കുഴി തോണ്ടുകയല്ലേ ഉള്ളൂ? സത്യത്തിൽ കോൺഗ്രസ് നേതാക്കളുടെ കൺട്രോൾ പോയെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ കുറച്ച് 2 മിനിറ്റ് ഇപ്പോൾ പ്രതികരിച്ച നേതാവിന്റെ വാക്കുകൾ കേട്ടു. ഇതിലൊക്കെയാണോ ഇദ്ദേഹമൊക്കെ പ്രതികരിക്കുന്നവർക്ക് സഹതാപം തോന്നുന്നു.
ഈ വെട്ടുക്കിളി കൂട്ടത്തിലെ ഇറക്കി കേരളത്തിലെ പൊതുസമൂഹത്തിൽ അവരുടെ നേതാക്കളെ തന്നെ ഏറ്റവും മോശമായി ചിത്രീകരിച്ച് ഒരു തരത്തിലും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വാക്കുകളിലൂടെ പ്രത്യേകിച്ച് അവരുടെ വനിതാ നേതാക്കന്മാരെ ഉമാ തോമസിനെ പോലെ മരണവക്കിലും തിരിച്ചെത്തിയ വളരെ ആദരവോടുകൂടി കേരളത്തിലെ പൊതുസമൂഹം കാണുന്ന ഉമാ തോമസ്, അതുപോലെ ഷാനിമോൾ ഉസ്മാൻ, കെ രമ പോലെയുള്ള നേതാക്കന്മാരെ ഇവര് പിന്നെ എന്താ പറയാ അവരണിയിച്ച ചില വിചിത്രമായ വാക്കുകളും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത പദപ്രയോഗങ്ങളും ഈ രാഷ്ട്രീയ നേതാക്കളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അധപതനത്തിന്റെ ആണിക്കല്ലായി മാറിയിരിക്കുന്നു. ഏറ്റവും കൂടുതൽ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താ, ഇന്നിപ്പോൾ ഒരു MLA എവിടെയൊക്കെയോ ഓടി നടന്നുകൊണ്ടിരിക്കുന്നു അയാളെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട്. കേരളത്തിൽ ഇതുപോലൊരു ജനപ്രതിനിധിക്ക് ഇങ്ങനെ ഒരു ഗതികേട് വന്നിട്ടുണ്ടോ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. എന്തിന്റെ പേരിലാണെന്ന് അറിയിക്കണം. അയാൾ നിരവധി സ്ത്രീകളെ വേട്ടയാടി ജീവിതം തുലയ്ക്കാൻ ശ്രമിച്ചു. അയാൾ പുറകെ നടന്നുകൊണ്ട് അയാളുടെ ഇംഗിതത്തിന് വഴങ്ങാത്തവരെ ബലാത്സംഗം ചെയ്തും ബലാത്സംഗത്തിന് ശേഷം ഗർഭിണിയാക്കി എന്താ പറയാ മരണതുല്യമായ മരുന്നുകൾ കൊടുത്ത് നിർബന്ധിച്ചുകൊണ്ട് അത് വീഡിയോ കോളിലൂടെ ഉറപ്പുവരുത്തി ഹീനമായ പ്രവൃത്തി ചെയ്ത നിരവധി സ്ത്രീകൾ. ആദ്യമായി പുറത്തു വന്ന് ഈ വിഷയം പുറത്തു വിട്ട ആ പെൺകുട്ടി ആൻ മരിയ ജോർജ് എന്ന് പറഞ്ഞ പെൺകുട്ടിയിലാണ് ഇവർ വേട്ടയാടൽ തുടങ്ങിയത്. പക്ഷേ ഞങ്ങളെയൊക്കെ അതിശയിപ്പിക്കുന്നതല്ല, കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിനെ ഇവർ സോഷ്യൽ മീഡിയയിൽ കൂടെ നടത്തിയ വേട്ടയാടലുകൾ അത് അതിഭീകരമായി. ഇതിനുശേഷം ലോക ചരിത്രത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. എന്നിട്ടും അയാളെ പിന്തുണച്ചുകൊണ്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ പോലെ, KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിനെ പോലെ, പിന്നെ നമ്മുടെ VK ശ്രീകണ്ഠൻ MP പോലുള്ളവർ രംഗത്ത് വന്നു എന്ന് പറയുമ്പോൾ ഈ കേരളത്തിൽ ഈ കോൺഗ്രസ് എന്ന് പറഞ്ഞ രാഷ്ട്രീയ പ്രസ്ഥാനം ഏത് അർത്ഥത്തിലാണ് ഇനിയിപ്പോ നമ്മൾ വിവരിക്കുക അവരെ കുറിച്ച്? നമ്മുടെ പോലീസ് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ അന്വേഷിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. റെജി ലൂക്കോസ് തിരയുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. പക്ഷേ ഇന്നലെ തിരുവനന്തപുരത്തൊക്കെ സുഖമായി വന്ന് മടങ്ങി കേട്ടോ. അല്ല, അത് തീർച്ചയായിട്ടും ആ വാർത്ത ഞാൻ കണ്ടിരുന്നു. അതിനൊരു സ്ഥിരീകരിക്കത്തക്ക രീതിയിലുള്ള ആധികാരികമായിട്ടുള്ള ഒന്നും അതിനെക്കുറിച്ച് പുറത്തു വന്നിട്ടില്ല. വക്കീൽ ഓഫീസിൽ വന്ന് വക്കാലത്ത് ഒപ്പിട്ടത് പോയെന്ന് പറയുന്നു. അതൊക്കെ ശരിയായിരിക്കാം, തെറ്റായിരിക്കാം. അതല്ല ഇപ്പൊ നമ്മളിവിടെ ചർച്ച ചെയ്യപ്പെടേണ്ട കേരളം പോലൊരു സംസ്ഥാനത്ത് ജനാധിപത്യത്തിലും മനുഷ്യ സ്നേഹത്തിലും ഇന്ത്യക്ക് മാതൃകയായ കേരളം പോലെ സംസ്ഥാനത്ത് ഇങ്ങനെ ഒരാള് ഒരു ജനപ്രതിനിധിയായിട്ട് തുടരുന്നു എന്നതാണ് നമ്മളെ ഏറെ ആശങ്കപ്പെടുത്തുന്നത്. രഞ്ജിത്ത്, നമ്മളതാണ് മനസ്സിലാക്കുന്നത്. രണ്ടാമത്തെ വസ്തുത നിങ്ങളത് മനസ്സിലാക്കിയ കേരളത്തിലെ സ്ത്രീജനങ്ങളെ, അതായത് വനിതകളെ, അമ്മയുടെ സ്ഥാനത്തുള്ള സ്ത്രീജനങ്ങളെ, അതിന്റെ നേതൃത്വ നിലയിലുള്ള സ്ത്രീകളെ ഇത്രയ്ക്കും മോശമായ രീതിയിൽ കേരളത്തിന്റെ അന്തരീക്ഷത്തിൽ അധിക്ഷേപ ശരങ്ങൾ കൊണ്ട് ഹീനമായി വേട്ടയാടുന്ന ഒരു MLAയും അയക്ക് കൂട്ടുനിൽക്കുന്നവരെയും ഇപ്പോഴും ഈ കേരളം ആശങ്കയോട് വീക്ഷിക്കേണ്ട ഒരു ഗതികേടിലാണ്. അപ്പൊ ആലോചിച്ചു, ഇപ്പൊ തന്നെ ഈ ചാനലിൽ ന്യൂസ് 18 ടെലിയിൽ പ്രതികരിച്ച നേതാവ്, അതായത് എനിക്ക് തോന്നുന്നത് അനിൽ ബോസ് ആണ്. തീർച്ചയായിട്ടും എനിക്ക് ശബ്ദം കേട്ടെ. അദ്ദേഹത്തിന്റെ പ്രകോപനപരമായിട്ടുള്ള സമീപനം എന്തായിരുന്നു? നിങ്ങൾ തൂക്കിക്കൊല്ല, നിങ്ങൾ വധിക്കുക. ഇപ്പോഴും അയാളെ പോലെ ഉള്ളവരൊക്കെ ഈ മനുഷ്യന്റെ ഫാൻസ് ആണെന്നുള്ളതാണ് നമ്മളെ വിസ്മയിപ്പിക്കുന്നത്. അത് നമ്മളെ അതിശയിപ്പിക്കുകയും അത്ഭുതപ്പെടുത്തുകയും ചെയ്യുന്നത്. രഞ്ജിത്ത് പല കാര്യങ്ങളും വളരെ സൗമ്യമായിട്ട് ചോദിച്ചപ്പോഴും ആ നേതാവിന്റെ ഭാഗത്തുനിന്നുണ്ടായ ആക്രോശങ്ങളും സംസാരങ്ങളും ഇത് കേൾക്കുന്ന ലക്ഷക്കണക്കിന് ജനങ്ങളില്ലേ? ഇതുപോലുള്ള കോൺഗ്രസ് നേതാക്കളെ കേരളം അംഗീകരിക്കുമോ? ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിനാണെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇന്നിപ്പോ KC വേണമല്ലോ രമേശ് ചെന്നിത്തലയ്ക്ക് പ്രതികരിക്കേണ്ടത്. അദ്ദേഹം പറഞ്ഞത് എന്താ? രാഹുൽ മാങ്കൂട്ടത്തിന് ആരും പിന്തുണയ്ക്കരുത്, കോൺഗ്രസിന്റെ ഒരു നേതാക്കളും ഈ രീതിയിൽ വേട്ടയാടപ്പെടാൻ പാടില്ല, അങ്ങനെ വേട്ടയാടുന്നവര് ശരിയല്ല എന്ന് ശക്തമായ ഭാഷയിൽ പരിണതപ്പുറച്ചിലായിട്ടുള്ള ഇന്ന് ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാളായ രമേശ് ചെന്നിത്തല പ്രതികരിക്കേണ്ട വന്നു. കാരണം അദ്ദേഹത്തിന്റെ കുടുംബത്തിനെയും ഇയാളെ ചെയ്ത തെറ്റുകൾ ശരിയല്ല എന്ന് പറഞ്ഞതിന് വേണ്ടി ഏതെല്ലാം രീതിയിലുള്ള വളരെ മോശമായിട്ടുള്ള, ഒരിക്കലും മലയാളത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത പദങ്ങൾ കൊണ്ട് വളരെ മോശമായി പ്രതികരിച്ചതിന്റെ ഒരു ഇതല്ലേ അദ്ദേഹം എന്ന് പറഞ്ഞത്. ഒരു കാര്യം ഞാൻ പറഞ്ഞു നിർത്താം. രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞ MLA കേരളത്തിനൊരു ബാധ്യതയായിരിക്കുന്നു, കോൺഗ്രസിനൊരു ബാധ്യതയായിരിക്കുന്നു. ഇത് കേരളത്തിൽ കോൺഗ്രസ് എന്ന് പറഞ്ഞ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെ ജനങ്ങളാൽ വെറുക്കപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തിന് പിന്തുണ കൊടുക്കുന്ന നേതാക്കന്മാരെയും ജനം ഇനി കാണുന്നത് ക്രിമിനലുകളുടെ മാനസികാവസ്ഥയുള്ള നേതാക്കന്മാരാണെന്ന് പറഞ്ഞാൽ അതിശയോക്തിയില്ല. കാരണം ഇന്നലെ ആ രീതിയിൽ ഒരു നേതാവ് പ്രതികരിച്ചിട്ടുണ്ട്. ശരി റജി ലൂക്കോസ്, അഡ്വക്കേറ്റ് അനിൽ ബോസ്, രാഹുൽ ഈശ്വർ ഒക്കെ ഈ വിഷയത്തിൽ സംസാരിച്ചിരുന്നു. ഒപ്പം BJPയുടെ നേതാവ് ശ്രീ കൃഷ്ണകുമാർ. ഡാന്, ഇനിയിപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് പോലീസ് ഒരു നീക്കം ഈ മുൻകൂർ ജാമ്യ ഹർജിയുടെ ഒക്കെ പരിഗണനയ്ക്ക് ശേഷമായിരിക്കും അല്ലേ? ഈ പോലീസിന് അങ്ങനെ പെട്ടെന്ന് കിട്ടാവുന്ന ഒരാൾ കൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. കാരണം തിരുവനന്തപുരത്ത് വന്ന് മടങ്ങിയതും ഒക്കെ അറിഞ്ഞു കാണും. അല്ലാതെ അങ്ങനെ സ്വൈര്യവിഹാരം നടത്താനുള്ള സാഹചര്യം ഈ കൊച്ചു കേരളത്തിലില്ലല്ലോ.
മറ്റു ചില സൂചനകൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് രഞ്ജിത്ത്. അതിൽ പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ തീയതികളാണ് 9, 11 ഈ തീയതികളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതുകൊണ്ട് ആ തീയതികളിനോട് അടുപ്പിച്ച് രാഹുലിനെ അറസ്റ്റ് ചെയ്യാനൊരു നീക്കം നടന്നാൽ അത് രാഷ്ട്രീയ പ്രേരിതമെന്ന ഒരു വ്യാഖ്യാനമുണ്ടാകും. അത് വലിയ തരത്തിൽ രാഷ്ട്രീയ പ്രത്യാരോപണങ്ങൾക്ക് വഴിവെക്കും. അതുകൊണ്ട് അങ്ങനെ വൈകേണ്ടതില്ല എന്ന ഒരു വിലയിരുത്തൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് അത്തരമൊരു വിലയിരുത്തലുണ്ട്. അതിൻ്റെ ഭാഗമായാണ് ഇന്ന് പുലർച്ചെ പാലക്കാടടക്കം പരിശോധന നടന്നത് എന്ന ചില സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട്. അങ്ങനെയുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സംസ്ഥാനത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടെത്താനുള്ള പരിശോധന പോലീസ് ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ള സൂചനകൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതിൽ കൃത്യമായ ഒരു സ്ഥിരീകരണം നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. മറ്റ് വിശദാംശങ്ങളൊന്നും ഇപ്പോൾ പങ്കുവെക്കുന്നില്ല എന്നാണ് അന്വേഷണ സംഘത്തിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ അടക്കം വ്യക്തമാക്കേണ്ടത്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയുള്ള പരിശോധനയാണ് പാലക്കാടടക്കം ഇന്ന് പുലർച്ചെ അടക്കം നടന്നത് എന്ന സൂചന തരുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ശരി, ഡാൻ കുര്യനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.